എന്ത് വേണം? ഇതൊന്ന് ശരിയാക്കി തരുമോ? ആരാ അത്? എന്താ? ഇതൊന്ന് വെച്ച് കിട്ടിയ കോഴിയിറച്ചി കൂട്ടി ഇത്തിരി ചാരായം കുടിച്ചിട്ട് ഇമ്മണി നാളായി. നല്ല കോഴിയാ. നന്നായിട്ട് മുളക് ചേർത്ത് ചാറ് കുറച്ച് വയ്ക്കണം. അന്യ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ലേ, പാവം. മോളാണല്ലേ? അല്ല, എന്റെ സെക്കൻഡ് വൈഫാ. ഭാര്യ മരിച്ച കൂടെ ചാവാൻ പറ്റുമോ? വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ ഒരാൾ വേണ്ടേ? കണ്ടാ തൻ്റെ ഇടിയാണെന്ന് തോന്നും, പക്ഷേ ശുദ്ധ പാവം. സാറേ ഓട്ടെ. നീ എന്നെ ചതിച്ചു. അല്ലടി, കൊല്ലും ഞാൻ നിന്നെ, കൊല്ലും ഞാൻ നിന്നെ. എന്ത് ബ്രാൻഡാണ് പൂരത്തെ കാണിക്കുന്നത്? എന്ത് തെറ്റാണ് ഇവൾ പിഴയാടും. ആ വാറുണ്ട് ഇന്നലെ എവിടെയാ കിടന്നത്? ചോദിച്ചപ്പോ പറയാ, കെട്ടിയവന്മാർക്ക് ചുണയില്ലെങ്കിൽ ആടുകൾ കുടുംബത്തിൽ കയറുന്നു. ഇടി മൂത്തേവി, ഉരുപ്പെട്ടവളെ എന്നെ കൊല്ലുന്ന എന്തിനാ? അയാളുടെ ചാരവും കോഴി നിന്ന് ബോധം കെട്ട് കിടന്ന് പോർക്കണം. അല്ല, ഇത് നാട്ടുകാര് മുഴുവൻ അറിയിക്കാണല്ലോ. ഉളുപ്പും മാനില്ലാത്ത ജാതിക്കള്. എടോ നടന്നതോ നടന്ന് ബാക്കിയുള്ള നാട്ടുകാർ ഇറക്കിയെങ്കിൽ ചെണ്ട കൊട്ടിയാണ്. അങ്ങോട്ട് കയറി പോടത്തേക്ക് മോളെ. അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോകുന്നു. എന്താണ്ട് നിങ്ങളൊക്കെ ഇവിടെ നോക്കിയിരിക്കണേ? ഇവിടെ വയലിൽ പറിച്ചിട്ടുണ്ടോ? പോയില്ലേ അവിടുന്ന്? നിന്റെ പൊന്നും വക്കീലേ, ആ ചേച്ചാനെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റിയ സ്ഥിതിയായല്ലോ. പിള്ളാച്ചനോ? അല്ലാന്ന് ഹിമാർ വാറുണ്ണി. ഓനെ കൊണ്ട് ഈ നാട്ടിൽ കഴിഞ്ഞു വിടാൻ പറ്റാണ്ടായിക്കുന്നു. ആ നായാട്ടുകാരൻ ആള് കൊള്ളാം. അവനിവിടെ പല കുടുംബങ്ങളിലും കയറി നായാടുന്നുണ്ടെന്നാണ് കേൾവി. ഏതായാലും എനിക്ക് പെമ്മക്കളില്ലാത്തത് എന്റെ ഭാഗ്യം. ബാപ്പാ, ചേച്ചി അകത്ത് പോ. എന്നാ അകത്ത് പോവാൻ പറഞ്ഞ? വേണ്ടടാ, മിണ്ടാൻ പാടില്ലാത്തടത്ത് മിണ്ടാൻ പാടില്ല, മനസ്സിലായോ? ഇന്ദിരം കെട്ടതും പൊണ്ണാലേ, ചന്ദിരം കെട്ടതും പൊണ്ണാലേ. ഇന്ദിരം കെട്ടതും പൊണ്ണാലേ, ചന്ദിരം കെട്ടതും പൊണ്ണാലേ, വാറുണ്ണി കെട്ടതും പൊണ്ണാലേ, നാട്ടുകാര് കെട്ടതും പൊണ്ണാലേ. നിന്നെ പാമ്പ് വലിക്കൂടാ, കാലപാമ്പ് കുത്തി വലിക്കും. കെടുവതും പൊണ്ണാലേ, കെടുവതും കണ്ണാലേ. നിന്നോട് ആരാ ഈ നുണയൊക്കെ പറഞ്ഞത്? നുണയൊന്നുമല്ല, പിള്ളേച്ചന്റെ ഭാര്യയുടെ കാര്യം അറിഞ്ഞില്ലേ? അതുപോലെ പല വീട്ടിലും കുഴപ്പമാണ്. മാനക്കേടുകൊണ്ട് പുറത്തും ഉണ്ടാത്ത മൂവന്തി കഴിഞ്ഞ കുടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടന്ന കഷ്ണിക്കുന്ന വാപ്പന്റെ ഓർഡർ. കഷ്ടം. ഞാൻ ആ മനുഷ്യൻ താമസിക്കുന്നിടത്ത് എത്ര പ്രാവശ്യം പോയിരിക്കണു. നല്ല തമാശക്കാരനാ. പുലിയെ കിട്ടിയ ചാവുന്നതിന് മുമ്പ് കയ്യും കാലും കെട്ടി എന്റെ അടുത്ത് കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത്. നിന്നോട് അയാൾ ഒരു അനാവശ്യം പറഞ്ഞില്ലേ? പൊട്ടനെ പോലെ കിടന്ന് ചിരിക്കും. ചിലപ്പോ ചെവിമ പിടിച്ച് തിരുമു. ദേ സൂക്ഷിക്കണം കേട്ടോ. എനിക്കിഷ്ട അയാളെ. ആ മീശയും
ചോര കണ്ണും റബ്ബേ എന്ത് പ്രാന്ത എന്റെ ഭാഗ്യം ഈ പറയണേ. എന്റെ തലക്ക് പ്രാന്ത് തന്നെയാ. സീനു ഞാൻ പോവാ. ഭാഗ്യം, ഞാൻ വന്നോണ്ടാണോ പോണത്? അല്ല, വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട്. എന്നെ ഒഴിവാക്കണല്ലേ? തോന്നുന്നു. ഞാനെന്തിനാ ഒഴിവാക്കണം? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ. എന്നോടെന്താ പിണക്കം? എനിക്ക് പിണക്കൊന്നുമില്ല. ഞാൻ പോട്ടെ. ഭാഗ്യം, കുറച്ചു ദിവസമായിട്ട് ഞാൻ എന്തോരം വിഷമിക്കുന്നുണ്ടെന്നറിയോ? നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഈശ്വര, ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. വിചാരിച്ചിട്ടില്ലെന്നോ? 7 പകലും 7 രാത്രിയും നീ എന്റെ കൂടെ കഴിയാമെന്ന് വാക്ക് തന്നത് ഒന്നും വിചാരിക്കാതെ? അത് പുലിയെ കൊല്ലാൻ പറ്റിയല്ലേ? അല്ലാതെ നിനക്കെന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? പറയേ. എന്ത് കഷ്ടാന്റെ ഈശ്വര. ഭാഗ്യക്കുറി, ദേ ആ പെണ്ണിന് പ്രാന്ത. അയാളെ നിർത്ത്. എന്റെ അമ്മോ, ഇതൊക്കെ എവിടെ നിന്ന് കട്ടോണ്ട് വന്നെ? കട്ടതല്ല, പിന്നെ സമ്മാനമായിട്ട് വന്ന് ഞാനെടുത്താണ്. അത് ശരി, അതിന്റെ പേരാണ് കളവ്. ഇതൊക്കെ എടുത്തോണ്ട് പോരണത് ആരെങ്കിലും കണ്ടു കാണും. ഓ, താൻ എന്നെ നാട്ടുകാരുടെ തല്ല് കൊള്ളിക്കും. ഞാനെടുത്തിന് താനെന്തിനാണ് തല്ലുള്ളത്? അത് ശരി, നീ എന്ന് പോക്കൃത്തരം ചെയ്താലും ഒരാളും ചോദിക്കില്ല. കൈ തോക്കല്ലേ ഇരിക്കണത്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും? കൂട്ടാൻ വെച്ച് തിന്നോ. ഇനി മേലേ ഇത്രയും വലിയ സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. വല്ല സ്വർണത്തിന്റെ മാലേ വാച്ച അങ്ങനെ കയ്യിൽ ഒതുങ്ങണേ എന്തെങ്കിലും നോക്കട്ടെ. ആ, ഇതിനെ എല്ലാത്തിനും കൂടി ഞാനും തന്നെ 100 രൂപക്ക് ചാരായം തന്നാ മതി. കഴിഞ്ഞ പ്രാവശ്യം തേങ്ങയും വാഴക്കുലയൊക്കെ കൊണ്ടുവന്ന വകയിൽ ഒരു 10 രൂപ ബാക്കിയുണ്ട്. അതിനുള്ള ചാരായം ഇപ്പത്താ കുടിക്കേ. ഇതിപ്പോ നാട്ടുകാര് പുലിവാല് പിടിച്ചതുപോലെ ആയല്ലോ എന്റെ വൈദ്യരെ. എന്തേ? ആറ്റുനോട്ട് ഒരു പൂവൻ കോഴിയെ വളർത്തുന്നതിനെ കാണാനില്ല. ഇന്നലെ രാത്രിയെ നായിന്റെ മോമ്മ അതിനെ പിടിച്ചോണ്ട് പോയില്ലേ? ആര്? ആ വാറുണ്ണി അല്ലാണ്ട് ആരാ? അന്ന് എന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അവന്റെ ശവം സമയം വന്നപ്പോ എല്ലാവരും കാലുമറിക്കളഞ്ഞു. ഇപ്പൊ അനുഭവിച്ചോ? പള്ളിക്കാര് നാട്ടുകാർക്ക് ചെയ്തെന്നൊരു ഉപകാരമല്ലേ? അച്ഛനും ഫിലിപ്പോസ് മുതലാളി ഇതൊന്നും അറിയുന്നില്ലേ? അറിയാഞ്ഞിട്ടല്ല, പള്ളിയിൽ കംപ്ലൈൻസിന്റെ ബഹള. അച്ഛൻ അയ്യടാന്നായിരിക്ക. പുറത്തു പറയാൻ നാണക്കേട്. സെമിത്തേരി പറമ്പിലെ തെങ്ങിലൊരു ഒറ്റ തേങ്ങയില്ല. നന്നായി, ഇനി പൊൻകുരിശ് കാണാണ്ടാവും. നോക്കിക്കോ. വക്കീലേ, ബാക്കിയില്ലേ, ഒരു പെറ്റീഷൻ എഴുതി. എന്താ കളവാണോ? കളവ് മാത്രമല്ല, ആ. നിന്റെ മോളെ പേടിപ്പിച്ചാ ചെയ്യിച്ചേ ഒരു ആട്ടുകുട്ടിനെ എടുത്തുണ്ടേ. അതിന് പുണ്ണാക്കേർക്ക് ചെമ്പലുണ്ട്, അതും എടുത്തുണ്ടേ. വാറിന് തന്നെ ബാറുണ്ണി ഓന്റെ ബാപ്പന്റെ ഉണ്ണി അപ്പ എരിച്ചായി എന്നെ. ഇപ്പൊ പോലീസിൽ കൊണ്ട് പിടിപ്പിച്ചില്ലെങ്കിൽ ഈ നാട്ടിലെ മനസ്സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റൂല. കണ്ണ് വെച്ചാ കണ്ണും കൊണ്ട് പോയിച്ചാല് ആ എഴുതി. കുഞ്ഞബ്ദുള്ളേ, ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാൻ ഒരു കുന്തല്ല വക്കീലെ. പോലീസിന് 10 100 കൊടുക്കേണ്ടി വന്നാലും സാറില്ല. തനിക്കിട്ട് വന്നേ. എന്താ വന്നേ. എന്താ ഇത്? തനിക്ക് പ്രായപൂർത്തിയായ ഒരു മോളുള്ളതാ. അതിനെ കെട്ടിച്ചയക്കണ്ടേ? ആണോ? ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? വാറുണ്ണി കയറിയ വീടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? പോയത് പോയി, ബോധമില്ലാത്തവനവൻ. ചിലപ്പോ അവന്റെ കൈ കൊള്ളേണ്ടിയും വരും. അതുകൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുക്കണോ? വേണ്ട വക്കീലെ, വേണ്ട വേണ്ട വേണ്ട. അള്ളാണ് വേണ്ട. ഇങ്ങോട്ട് വന്നേ.